അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി ഇസ്ലാമിക ലോകത്ത് വിളിക്കപ്പെട്ട പ്രമുഖ സ്വഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ സഹോദരിയുടെ പുത്രൻ. അതോടൊപ്പം അതേ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സഹോദരൻ, അതായത് അളിയൻ കൂടെയാണ്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വരാൻ വലിയ ഭാഗ്യം ലഭിച്ച, ദാറുൽ അർഖമിൽ രഹസ്യയോഗങ്ങൾ പോലും കൂടുന്നതിൻ്റെ മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആ പ്രമുഖ സ്വഹാബി ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഇത്രമാത്രം കുടുംബപരമായും അല്ലാത്ത രീതിയിലും അടുപ്പമുള്ള ഒരു സ്വഹാബി അത്യപൂർവമായിട്ട് മാത്രമേ നമുക്ക് വേറെ കാണാൻ കഴിയുകയുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ ബീവിയുടെ സഹോദരൻ, അതായത് മുത്തുനബിയുടെ അളിയൻ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഉമൈമയുടെ പുത്രൻ കൂടെയാണ്. അതോടൊപ്പം ദാറുൽ അർഖം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആദ്യത്തെ കേന്ദ്രത്തിൽ രഹസ്യമായി പോലും യോഗങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അവരുടെ കഥയാണ് ഈ എപ്പിസോഡിൽ നാം പറയുന്നത്. ഇസ്ലാമിൻ്റെ പതാക ആദ്യമായി ഉയർത്തപ്പെടുന്നത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെ കരങ്ങളാലാണ്. അതുകൊണ്ടാണ് അസദ് ഗോത്രജ്ഞനായ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ആദ്യത്തെ യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തിന് നേതൃത്വം കൊടുത്ത ആൾ എന്നർത്ഥത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത്. ആദ്യമായി പതാക ഏന്തിയത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷാണ്. ആദ്യമായി അതിന് നേതൃത്വം കൊടുത്തത് ആ കരങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിൻ്റെതാണ്. ആദ്യമായി അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ആദ്യമായി റസൂലുള്ളാഹി നിയോഗിച്ച ഒരു സംഘത്തിൻ്റെ നേതൃത്വവും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തങ്ങൾക്കായിരുന്നു. തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വഹാബത്ത് അനുഭവിച്ച ഏകദേശം എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന പീഡനങ്ങളെല്ലാം നേരിട്ട പ്രമുഖ സ്വഹാബിയാണ് ഇവർ. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്യാൻ വേണ്ടി സമ്മതം കൊടുത്തിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ, ആദ്യം പോയത് അബൂ സലമയാണ്. രണ്ടാമതായിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയത് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് തങ്ങളാണ്. പലായനം അബ്ദുല്ലാഹി ജഹ്ഷ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമായിരുന്നില്ല. നേരത്തെ അതിനു മുമ്പ് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ചപ്പോൾ ആ സംഘത്തിലും പെട്ട ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഇത്തവണ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഒറ്റക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും വിശുദ്ധമായ മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം ഹിജ്റ പോവുകയാണ്. സ്ത്രീകളും പ്രായമുള്ളവരും കുട്ടികളും പുരുഷന്മാരും എല്ലാം അടങ്ങുന്നൊരു വലിയ സംഘം. അത്യാവശ്യം വലിയ മഹിമയുള്ള ഒരു ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അവരുടെ വീടുകളിൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള, മക്കയിലെ അറിയപ്പെട്ട ഗോത്രമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വീടുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അവർക്ക് ലഭിക്കാവുന്ന, യാത്രയിൽ എടുക്കാവുന്ന കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ മദീന ലക്ഷ്യമാക്കി എന്നേക്കുമായി ആ നാട് വിട്ട് മദീനയിലേക്ക് അവർ യാത്ര പോവുകയാണ്. ആ യാത്ര പോയി കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളായ ആളുകൾ മക്കയിൽ ഏതൊക്കെ മുസ്ലിം വീടുകളാണ് യാത്ര പോയത്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടെ ബാക്കിയുള്ളത് എന്നറിയാൻ വേണ്ടി അവരിങ്ങനെ മക്കയിൽ ഓരോ ഭാഗത്തും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വീടുകളൊക്കെ ശക്തമായ കാറ്റ് വരുമ്പോൾ അടയുന്നതും തുറക്കുന്നതുമായ ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ അവർ പറയും അവിടെ ആരുമില്ല, അവരൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങൾ പലായനം ചെയ്ത് കഴിഞ്ഞ ഓരോ വീടുകളും അവർ പോയി ഇങ്ങനെ നോക്കിയിട്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, എന്തൊക്കെയാണ് ശേഷിപ്പുകളുള്ളത് എന്നിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ചില ആളുകൾ ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്തൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ അവർ പോയി നോക്കുമ്പോൾ മക്കയിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല എല്ലാവിധ മഹിമയുമുള്ള നല്ല ഒരു വീടിൻ്റെ ഉടമയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലുള്ള ഓരോ പാത്രങ്ങളും ഓരോ കാര്യങ്ങളും അതിങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബൂജഹൽ. ആ സമയത്ത് ഉത്ബത്ത് ഇബ്നു റബീഅ പറയുന്നുണ്ട്, ബനു ജഹ്ഷുകാരുടെ ഇടങ്ങളൊക്കെ കാലിയായിരിക്കുന്നു, അവരുടെ വീടുകളൊക്കെ ഒന്നുമില്ലാതായിരിക്കുന്നു, അവർക്ക് വേണ്ടി അവരുടെ വീടുകൾ തേങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ട് അരിശമടക്കാതെ അബൂജഹൽ പറഞ്ഞു, അവരാരാണ് ഇത്ര വലിയ ആളുകൾ, അവർക്ക് വേണ്ടി വീടുകൾ പോലും തേങ്ങാൻ മാത്രം അവരാരാണ് എന്നൊക്കെ ചോദിക്കുന്നത് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് അബൂജഹൽ ആ വീടിൻ്റെ ഓരോ കാര്യങ്ങൾ, ബാക്കിയായ ഓരോ കാര്യങ്ങളും എടുത്ത് ഇതെങ്ങനെയുള്ളതാണ്, അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ പ്രൗഢിയും ഒക്കെ നോക്കി ഇങ്ങനെ കാണുന്ന ആ രംഗം അത് പിന്നീട് മദീനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആ കാര്യം അറിഞ്ഞ് റസൂലുള്ളാഹിനോട് ഈ സംഭവം പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ആ വീടിന് പകരം നല്ല സുന്ദരമായൊരു വീട് അള്ളാഹു സ്വർഗത്തിൽ തരികയാണെങ്കിൽ താങ്കൾ അത് ഇഷ്ടപ്പെടുമോ? അപ്പോൾ
അവർ പറഞ്ഞു തീർച്ചയായും. അപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് സ്വർഗത്തിലുണ്ട്. ആ ഒരു ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷം അവർക്ക് അറിയിക്കുന്നു. ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ആ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ എത്തോപ്യയിലേക്കും അതുപോലെ തന്നെ മക്കയിൽ ഒരുപാട് പീഡനങ്ങൾ നേരിട്ടത് കാരണമൊക്കെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളിലും താളം തെറ്റലുകൾ നടന്നിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനും. അതുകൊണ്ട് തന്നെ മദീനയിൽ സ്ഥിരതാമസമാക്കി ഒരു ശാന്തമായൊരു സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന ചിന്തയോടുകൂടെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര വന്നത്. പക്ഷേ അവരെ കാത്തിരിക്കുന്ന ചില രംഗങ്ങൾ മറ്റ് ചില കാര്യങ്ങളായിരുന്നു. പരീക്ഷണങ്ങൾക്ക് പുറകെ പലതരം പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനായിരുന്നു അള്ളാഹു അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ മദീനയിൽ ഇവർ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു സൈനിക നീക്കത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറു സംഘത്തെ 8 അംഗങ്ങളുള്ള ഒരു ചെറു സംഘത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ മദീനയിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സൈനിക സരിയ എന്നാണ് പറയുക. ഗസ്വത്തും സരിയകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഗസ്വത്ത് റസൂലുള്ളാഹി നേരിട്ട് പങ്കെടുക്കുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് ചെറിയ സൈനിക നീക്കങ്ങളാണ് സരിയകൾ എന്ന് പറയുന്നത്. സരിയ ആദ്യത്തെ സരിയ 8 ആളുകളെയാണ് അതിനകത്ത് തിരഞ്ഞെടുത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 8 ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശപ്പും ദാഹവും എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ ഈ സംഘത്തിൻ്റെ പതാക ഏൽപ്പിക്കുകയാണ്, അദ്ദേഹമായിരിക്കും ഇതിൻ്റെ നേതൃത്വം. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പതാക ഏൽപ്പിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ കരങ്ങളിലാണ്. വളരെ സന്തോഷത്തോടെ. കാരണം മദീനയിൽ വന്ന ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണകൂടം നിലവിൽ വന്നിട്ട് ആദ്യമായി നടക്കുന്ന സൈനിക നീക്കമാണ്. ആ സൈനിക നീക്കത്തിൽ ചുക്കാൻ പിടിക്കാൻ, അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആ പതാക, വിശുദ്ധമായ ദീനിൻ്റെ പതാക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഏൽപ്പിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ കരങ്ങളല്ല. അഭിമാനത്തോടെ, സന്തോഷത്തോടെ, അതിരറ്റ ആഹ്ലാദത്തോടെ അത് ഏറ്റുവാങ്ങി. എന്താണ് ഞങ്ങൾക്കുള്ള ടാസ്ക് എന്നറിയാൻ വേണ്ടി റസൂലിനെ അവർ കാതോർത്തു. ശേഷം എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വഴികളും ദിശയും എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ 2 ദിവസം യാത്ര ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടല്ലാതെ ഈ കത്ത് തുറന്നു നോക്കരുത്. അങ്ങനെ അവർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു ദിശയിൽ, ആ വഴിയിലൂടെ അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഏകദേശം 2 ദിവസമായി. ആ 2 ദിവസമായപ്പോൾ അവർ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ കത്ത് തുറന്നു നോക്കി. എന്താണ് അതിനകത്തുള്ളത്? ആ കത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: ഈ കത്ത് വായിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മക്കയ്ക്കും ത്വായിഫിനും ഇടയിലുള്ള ഈന്തപ്പന മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്, നഖല, അവിടെ വരെ പോവുകയും ശത്രുക്കളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പദ്ധതികളുണ്ടോ, ആസൂത്രണങ്ങളുണ്ടോ, അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അത് മനസ്സിലാക്കി ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇവർക്ക് കൊടുത്ത ടാസ്ക്. ഇത് വായിച്ച ഉടനെ അബ്ദുല്ലാഹ് ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേൾവിയും അനുസരണയും എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറയുന്നത് പൂർണ്ണമായി ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന്. ഉടനെ തന്നെ സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 7 ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞു, നഖല വരെ പോയി അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമുള്ളത്. ജീവനിൽ പേടിയില്ലാത്ത ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ തന്നെ എൻ്റെ കൂടെ വരിക. പേടിയുള്ളവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, അവരെ ആക്ഷേപിക്കുന്ന പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു, ഞങ്ങളെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നു, ഞങ്ങളെല്ലാവരും അങ്ങ് എന്ത് പറഞ്ഞാലും ആ ദൗത്യത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ സംഘം നഖലയിലേക്ക് യാത്ര തുടരുകയും അവർ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനിടക്ക് മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ കാര്യം അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരീക്ഷണം കൂടെയായിരുന്നു. അപ്പോൾ അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ അല്പം അകലെയായി, അതായത് ഒരുപാടൊന്നും ദൂരം അല്ലാത്ത ഒരു സ്ഥലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സംഘം യാത്ര ചെയ്യുമ്പോൾ ശത്രുക്കളുടെ ഒരു ചെറു സംഘം, 4 ആളുകളുള്ള ഒരു ചെറു സംഘത്തെ ഇവർ കാണുകയുണ്ടായി. അവർ കച്ചവടാവശ്യാർത്ഥമുള്ള യാത്രയായിരുന്നു. അവരുടെ കയ്യിൽ കച്ചവടത്തിൻ്റേതായ വിഭവങ്ങൾ ഉണ്ടായിരുന്നു, ഉണക്കമുന്തിരിയും അങ്ങനെ പല കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്, കച്ചവട ചരക്കുകൾ അവരുടെ കയ്യിലുണ്ട്. ആ കൂട്ടത്തിൽ 4 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അംർ ഇബ്നുൽ ഹളറമി, ഹക്കം ഇബ്നു കൈസാൻ, ഉസ്മാൻ ഇബ്നു അബ്ദുള്ള, അവരുടെ സഹോദരൻ മുഗൈറ എന്നീ 4 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ജഹ്ഷിൻ്റെ അടുത്ത് ഇവർ സഹാബത്തിൽ ചർച്ച ചെയ്തു, ഇവരെ ആക്രമിക്കണോ അതല്ല ആക്രമിക്കാതിരിക്കുകയാണോ നമ്മൾ വേണ്ടത്. അവർക്കിടയിൽ ഒരു കൃത്യമായ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. കാരണം യുദ്ധം
ചെയ്യാൻ പാടില്ലാത്ത, അവർ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നെങ്കിലും അതിൻ്റെ മുമ്പത്തെ ഇബ്രാഹിമി മില്ലത്തിൻ്റെ ചില നല്ല വിശ്വാസങ്ങൾ അവർക്കിടയിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു അവർ കഅബ തവാഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ തവാഫ് എന്നുള്ള സിസ്റ്റം, അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ. അതിൻ്റെ ഭാഗമായിരുന്നു യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങൾ. ആ ഒരു ചിന്ത അവർ അന്നും കൊണ്ടുവന്നിരുന്നു. പക്ഷേ അവർ ചില ഘട്ടങ്ങളിലൊക്കെ അവർക്ക് സൗകര്യപ്രകാരം മാസം കൊണ്ട് മാറ്റും. അങ്ങനെ ഒരു സിസ്റ്റവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം വിലക്കപ്പെട്ട മാസത്തിൻ്റെ ഒരു എൻഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ യുദ്ധം ചെയ്താൽ പിന്നീട് അതൊരു ചീത്തപ്പേരായി മാറുമോ എന്നൊരു പേടിയുണ്ട്. പക്ഷേ ഇത്ര നല്ലൊരു ഒരു അവസരം കിട്ടിയിട്ട് ഒരുപക്ഷെ ആളുകളെ ദൈവത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു സൈനിക മുന്നേറ്റത്തിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഒരു നല്ല ഒരു മുന്നേറ്റത്തിന് കാരണമാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഏതായാലും അവസാനം അവരെ പിടികൂടാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ചെറിയ ഒരു സൈനിക നീക്കം നടത്തുന്നു. ആ 4 ആളുകളിൽ ഒരാളെ അവർ വധിക്കുന്നു, 2 ആളുകൾ അവർ ബന്ദികളായി പിടികൂടുന്നു, ഒരാൾ ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഈ പിടികൂടിയ 2 ആളുകളെയും അവർക്ക് കിട്ടിയ യുദ്ധം മുതൽ, ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധം മുതൽ അതാണ്, ആദ്യത്തെ സൈനിക നീക്കവും അതാണ്, ആദ്യമായി കൊല്ലപ്പെട്ട ആളും ആ വ്യക്തിയാണ്, ആദ്യത്തെ യുദ്ധ തടവുകാരും അവരാണ്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യക്ഷത്തിൽ അത്ര കൃത്യമായി ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം അതിനല്ല അവരെ പറഞ്ഞയച്ചത്. അവരെ സൈനിക നീക്കങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം മുതൽ സ്വീകരിക്കാൻ റസൂലുള്ളാഹി തയ്യാറായില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വലിയ സംതൃപ്തിയോടെ, ഒരു സന്തോഷത്തോടു കൂടെ അല്ല ഈ വാർത്ത റസൂലുള്ളാഹി കേട്ടതും അവരെ സ്വീകരിച്ചതും. അതോടുകൂടി അബ്ദുല്ലാഹ് ജേഷും സംഘത്തിന് വല്ലാത്ത പേടിയായി. ഞങ്ങൾ വലിയ തെറ്റുകാരായിപ്പോയോ, ഇത് കാരണം ഞങ്ങൾ നശിച്ചു പോകുമോ എന്നൊക്കെയുള്ള വലിയ പേടിയിലായി അവർ. ഏതുവരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരിൽ നിന്ന് മാറി നടക്കാൻ പോലും തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തവർ എന്നർത്ഥത്തിൽ ജനങ്ങൾ ഇവരെ അവഗണിക്കുകയും അത് ഇവർ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞ് മാറി നടക്കുക വരെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ സംജാതമാകുന്നുണ്ട്. ഇവർ ഓരോ ദിവസവും ഉള്ളുരുക്കി പേടിച്ച്, ആ പേടി കാരണം റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് വരാൻ പോലും കഴിയാതെ എന്തെങ്കിലും പ്രശ്നങ്ങളായി പോകുമെന്ന് പേടിച്ച് അവർ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്തവർ എന്ന ഒരു ദുഷ്പേര് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ശത്രുക്കൾ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. മുഹമ്മദ് എന്നവരെ യുദ്ധം നിഷിദ്ധമായ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ ഇത് മുതലെടുക്കുന്ന ഒരു സാഹചര്യം വരെ വന്നു. കാര്യങ്ങൾ ഇത്രത്തോളമായപ്പോൾ ജനങ്ങളെപ്പോലും അഭിമുഖീകരിക്കാൻ കഴിയാതെ അവർ മാറുന്നു. വല്ലാത്ത പേടിയുണ്ട്, ഞങ്ങളിത് കാരണം നശിച്ചു പോകുമോ, ഞങ്ങളുടെ ആഹാരം കേടുവന്നു പോകുമോ, ജനങ്ങളൊക്കെ ഇവരെ അവഗണിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇവരോട് ഒരു ഇഷ്ടമില്ലായ്മ വരുന്നൊരു ഘട്ടം വരുന്നുണ്ട്. കാരണം അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് എതിരാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഇഷ്ടക്കേട് വരുന്നത്. അവസാനം ഇങ്ങനെയൊക്കെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടൊരു ഘട്ടം വന്നപ്പോൾ സന്തോഷം ഇവരെ തേടിയെത്തി. ഖുർആനിലെ ബഖറ സൂറത്തിലെ 217-ാമത്തെ ആയത്ത് ആ ഘട്ടത്തിലാണ് അവതരിക്കുന്നത്. യസ്അലൂനക അനിശ് ശഹ്റിൽ ഹറാമി ഖിതാലിൻ ഫീഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്തിൽ അല്ലാഹു തആല ഇവരുടെ ഈ പ്രവർത്തനത്തെ, സംഭവം ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല, എന്നാൽ പോലും ഇവർക്ക് പ്രത്യേകമായ അംഗീകാരം കൊടുത്തുകൊണ്ട് ആ ആയത്തിറങ്ങിയതോടുകൂടെ മാറ്റി നിർത്തിയിരുന്ന ആളുകളൊക്കെ കൂട്ടമായി ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച്. കാരണം എന്താ, ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടക്കേടുണ്ടായിരുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ഖുർആനിലൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണെന്ന് പ്രത്യേകം പറഞ്ഞ, അള്ളാഹു നേരിട്ട് ഖുർആനിലൂടെ അംഗീകാരം കൊടുത്ത ആളുകളായിട്ട് ഇവർ മാറി. അത് വല്ലാത്തൊരു അംഗീകാരമാണ്. കാരണം അത് ചെറിയ കാര്യമല്ല. ഖുർആനിലൂടെ റബ്ബ് അംഗീകാരം കൊടുക്കുക, അത് തിരുനബി വിശ്വാസങ്ങൾ പരസ്യമായിട്ട് പറയുക, ജനങ്ങൾ ഇവർ നേരത്തെ വലിയ ആദരവിന് ഇവർ കാരണമായി. അങ്ങനെ ഒരു വലിയ സന്തോഷത്തിലേക്ക് അവർ മാറുകയാണ് പിന്നീട്. അങ്ങനെ ആ ഒരു യുദ്ധം മുതൽ, ആദ്യമായി നടന്ന ആ ഒരു സൈനിക നീക്കത്തിൽ യുദ്ധം മുതൽ റസൂലുള്ളാഹി സ്വീകരിക്കുന്നു. തടവുകാരായ 2 ആളുകളെ മോചനദ്രവ്യം വാങ്ങിയിട്ടത് അവർ വിട്ടയക്കുന്നു. അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് നടക്കുകയാണ്. ആ ഒരു സൈനിക നീക്കത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി നടന്ന സൈനിക നീക്കം, അതിനാദ്യമായി നേതൃത്വം കൊടുത്തത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ആദ്യമായി പതാക ഉയർത്തിയത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്, ആദ്യമായി ശത്രുക്കളുടെ പക്ഷത്തുള്ള ഒരാളെ വധിക്കാനുള്ള ഒരവസരം കിട്ടിയത് ഈ സംഘത്തിന്, ആദ്യമായി യുദ്ധം മുതൽ ഈ യുദ്ധത്തിൽ ആദ്യമായി മോചനദ്രവ്യം എഴുതപ്പെട്ട് മോചനം നേടുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തെ തുടർന്ന്, ആദ്യമായി പതാക ഉയർത്തുന്നത്, ആ പതാക ഉയർത്തിയതും പതാക വഹിച്ചതും എല്ലാം അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. വലിയ ഭാഗ്യമാണ് ഈ ഒരു സംഭവത്തിലൂടെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ തേടിയെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ടതും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അതിനുശേഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്. അതിനുശേഷം നിർണായകമായ ആ പോരാട്ടം വന്നെത്തുകയായി. ഗസ്വത്ത് ഉഹദ്, അത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ വളരെ പ്രത്യേകമായ ചില ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്രമാണ് ഉഹദ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരുള്ളതായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനും ഓർക്കാൻ എന്നേക്കുമുള്ളൊരു പ്രത്യേകമായ ഒരു സംഭവമായിരുന്നു ഉഹദ്. ഇവർ പറയുന്നുണ്ട്, ആ ചരിത്രം പിന്നീട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ ഉഹദിൽ യുദ്ധത്തിൻ്റെ ആ വേളയിലാണ് ഞങ്ങളുള്ളത്.
ഞങ്ങൾ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കൾ, ഞങ്ങൾ തീരുമാനം നമുക്കൊന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കാം, അള്ളാഹിനോട് ദ്വാരക്കാം. അപ്പോൾ ഒരു ചെറിയ കോർണറിലേക്ക് പോയിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ദ്വാരക്കാം. ആദ്യം സഅദ് റബി കസറല്ലാഹു ദ്വാരക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, പടച്ചോനെ എനിക്ക് ശക്തമായ യുദ്ധം ചെയ്യണം, അതിന് തൗഫീഖ് തരണം. എനിക്ക് നല്ല കരുത്തനായ ഒരു ശത്രുവിനെ കിട്ടണം. ആ ശത്രുവിൻ്റെ മേൽ എനിക്ക് പോരാടാൻ പറ്റണം. ആ ശത്രുവിൻ്റെ പേരിൽ എനിക്ക് വിജയം കിട്ടണം. ആ ശത്രുവിനെ വധിക്കാൻ, നിനക്ക് വേണ്ടി ശത്രുവിനെ വധിക്കാൻ എനിക്ക് കഴിയണം. ഇതൊക്കെ അവർ ദ്വാരക്കുന്നുണ്ട്. ദ്വാ എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് അബ്ദുൽ ജാഷർ അള്ളാഹുനു ആമീൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അബ്ദുൽ ജാഷറിൻ്റെ ദ്വാ, പടച്ചവനെ എനിക്ക് ശക്തമായി യുദ്ധം ചെയ്യാനുള്ള തൗഫീഖ് തരണം. ആ യുദ്ധത്തിൽ ഒരു ശത്രു എന്നെ പിടികൂടണം. ആ ശത്രു എന്നെ വധിക്കണം. ആ ശത്രു എൻ്റെ മൂക്കും അതുപോലെ ചെവികളൊക്കെ അരിഞ്ഞെടുത്ത് എൻ്റെ ശരീരം ആ രീതിയിൽ അവർ വികൃതമാക്കണം. അങ്ങനെ നിന്നെ നാളെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ആ അവസ്ഥയിൽ നിനക്ക് കാണണം, എനിക്ക് നിന്നെ കാണണം. അപ്പോൾ പടച്ചവനെ നീ ചോദിക്കും, എന്താണിതൊക്കെ? നിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ചെയ്തതാണ് പടച്ചവനെ, എനിക്ക് സന്തോഷം പറയണം. ആ ഒരു തൗഫീഖ് തരണേ അല്ലാഹ്. ഇത് കേട്ട് സഅദ് റബി കസറല്ലാഹു അവർ ദ്വാരക്കുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ യുദ്ധത്തിലേക്ക് ചെന്നു. പിന്നീട് സഅദ് റബി കസറല്ലാഹു പറയുന്നുണ്ട്, യുദ്ധത്തിൽ ഓരോ ആളുകളും ഷഹീദായത് കണ്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അതിശക്തമായ പോരാട്ടം ബഹുമാനപ്പെട്ട അബ്ദുൽ ജാഷർ അള്ളാഹു യുദ്ധത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അവസാനം അവർ നോക്കുന്ന സമയത്ത് ഇത് പറഞ്ഞ അതേ രീതിയിൽ അവരുടെ മയ്യത്ത് കൈകാലുകളൊക്കെ വെട്ടേറ്റ് തൂങ്ങിയ അവസ്ഥയിൽ അവരുടെ പറയപ്പെട്ട ചെവികളും അവരുടെ മൂക്കൊക്കെ അരിഞ്ഞ് വേറെ തൊട്ടടുത്ത് മയ്യത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മരത്തിൽ തൂക്കിയിട്ട രീതിയിൽ ഞങ്ങൾ കണ്ടു. അദ്ദേഹം എന്താണോ ദ്വാരുന്നത് അതുപോലെ തന്നെ കണ്ടുവെന്ന് സഅദ് ഇബ്നു ബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്. അവരുടെ ദുആയായിരുന്നു എൻ്റെ ദുആയേക്കാൾ ഏറ്റവും നല്ലത് എന്ന് അപ്പോൾ തന്നെ അവർ പറയുന്നു. അവരാഗ്രഹിച്ചതുപോലെ തന്നെ രക്തസാക്ഷിത്വം അള്ളാഹു അവർക്ക് നൽകി. ഇവരുടെ അമ്മാവനായിരുന്ന ആ യുദ്ധത്തിൻ്റെ ശുഹദാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ലോകത്തെ ശുഹദാക്കളുടെ മുഴുവൻ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ദുല്ലാഹിബ്നു ജഹ്ഷിൻ്റെയും ഇവരുടെ അമ്മാവനാണ് ഹംസ റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെ മയ്യത്ത് ഒറ്റ ഖബറിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറടക്കം ചെയ്യുന്നത്. രക്തവും മണലും ചേർന്ന് ആ ഒരു മണ്ണിലൂടെ ഇങ്ങനെ നടന്ന് ആ മയ്യത്തുകൾ ഖബറിലേക്ക് വെക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതാണ് ഉഹുദിൻ്റെ ചരിത്രം. അങ്ങനെ ധീരോദാത്മായ യുദ്ധം ചെയ്ത് അള്ളാഹുവിലേക്ക് ശരീരം ജീവിതം മുഴുവൻ സമർപ്പിച്ച് യാത്രയായവരാണ് അബ്ദുൽ ജാഷർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് റബ്ബ് അവൻ്റെ സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരെ ഇവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും